റീസെൻ്റായിട്ട് എൻ്റെ റിലീസാവാനുള്ള പടം തുടക്കം, ജൂഡ് ആൻ്റണി സാറുടെ അദ്ദേഹത്തിൻ്റെ സിനിമയാണ്. അപ്പോൾ അതിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സെറ്റിൽ വെച്ചാണ് ലാലേട്ടനായിട്ട് വളരെ അടുത്ത് കിട്ടുന്നത്, അടുത്ത് കിട്ടുന്നത്. അപ്പോൾ എന്നെ അദ്ദേഹം ഞാൻ കുറച്ച് മാറി നിൽക്കുമ്പോൾ മുന്നേ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ അടുത്താട്ടോ സിനിമ കണ്ടത്, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇനിയും നല്ല നല്ല പരിപാടികൾ ചെയ്യണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നമ്മളെ ചേർത്ത് നിർത്തി ഭയങ്കര നല്ല രീതിയിൽ നമ്മളങ്ങ് നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് തരുന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അതുപോലെ ഈ പറഞ്ഞ പോലെ കളങ്കാവലിലെ ആ സിനിമയിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്യുന്നത് മമ്മൂട്ടി സാറാണ്. അദ്ദേഹത്തിൻ്റെ ഇതിനു മുമ്പ് ദുൽഖറുമായിട്ടുള്ളൊരു പരസ്യം ചെയ്തതിൻ്റെ ഒരു ഓർമ്മ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നെ കണ്ണൂർ സ്ക്വാഡിലൊരു സീൻ അദ്ദേഹത്തോടൊപ്പം ചെയ്തിരുന്നു. ഈ ഒരു ഓർമ്മ വെച്ചാണ് അദ്ദേഹം വിളിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ആദ്യം ചെയ്യുന്നത് കളങ്കാവലാണെങ്കിലും ഫസ്റ്റ് റിലീസ് DS വരെയാണ്. അപ്പോൾ കളങ്കാവലിൻ്റെ റിലീസിന് മുന്നേ അദ്ദേഹം ഈ സിനിമ കണ്ടു. അപ്പോൾ അത് ഞാനൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അന്നത്തെ ഒരു കളങ്കാവിൻ്റെ പ്രീ റിലീസ് ഇവൻറ്റിൽ സ്റ്റേജിൽ കയറാൻ എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല. മീൻസ് നമ്മൾ ആ ലിസ്റ്റിലില്ലായിരുന്നു അകത്തേക്ക് പോയി സംസാരിക്കണം എന്നുള്ളത്. പക്ഷേ പെട്ടെന്ന് അദ്ദേഹം വിളിച്ചപ്പോൾ അവിടെ ചെല്ലേണ്ടി വന്നു. ചെന്നപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ പെട്ടെന്ന് ഈ പ്രിപ്പറേഷൻ ഇല്ലായിരുന്നതുകൊണ്ട് തന്നെ എന്ത് പറയണമെന്നോ, ഇപ്പോൾ സാറിനെ പറ്റി പറയണോ, സിനിമയെ പറ്റി പറയണോ, ആ ഒരു അങ്കലാപ്പിലായിപ്പോയി ഞാൻ. അപ്പം എനിക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ച് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതാണ്. അത് എനിക്ക് എന്താ പറയുക, നമുക്കൊരു ഓസ്കാർ കിട്ടുന്നതിന് മുകളിലാണ് അദ്ദേഹം ഇങ്ങനൊരു വേദിയിൽ നിന്ന് നമ്മളെ പറ്റി പറയുക എന്ന് പറയുന്നത്. അതൊരു ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്.